ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. എൻ്റെ ജീവൻ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലാണ്. ആ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാട്ടം മുഴുവൻ നടത്തിയത്. അവരുടെ കാർഷിക പ്രശ്നങ്ങൾ, അവിടുത്തെ വന്യമൃഗ ശല്യം, ഈ പോലീസിൻ്റെ അക്രമം, തൊഴിലാളികളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം, ഈ പറയുന്ന ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നം, ഈ പറയുന്ന എന്താ പറയുക കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് സബ്സിഡി കൊടുത്തിട്ട് 4-5 വർഷമായി. ഇങ്ങനെ ജനങ്ങളുടെ നിത്യജീവിതം, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രശ്നം, വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നം, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ 18 മണിക്കൂറും കഠിനാധ്വാനം നടത്തുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഈ ഗവൺമെന്റിന്റെ ചില നിലപാടുകൾ ശരിയാവുന്നില്ല. പ്രയാസത്തിലാണ് ഇവിടുത്തെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക്, സഖാക്കൾക്ക് ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ അപമാനിച്ചു വിടുന്നു കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസും. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആ ഗവൺമെന്റിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് ഞാൻ. ഇവിടെയാണ് എൻ്റെ കത്രിക പൂട്ടിട്ട് പൂട്ടുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ. എനിക്കെൻ്റെ പ്രിയപ്പെട്ട നിലമ്പൂരിലെ ജനങ്ങളോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ. എൻ്റെ കയ്യിലൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ ഇത്രയും കാലം ഞാൻ നടത്തിയ പോരാട്ടം, 9 വർഷം ഞാൻ അവിടെ നടത്തിയ വികസന പ്രവർത്തനം, ദുരന്തങ്ങളിൽ, ദുരിതങ്ങളിൽ, ആശുപത്രിയിലെ പ്രയാസം, എല്ലാത്തിലും ഒരു MLA അപ്പുറം നിങ്ങളുടെ ഒരു സഹോദരനായി നിന്ന് ഞാനൊരു ബേക്കറിയിലും കയറി, AC ബേക്കറി കയറി. ഞാൻ നിലമ്പൂരിൽ ചായ കുടിക്കാറില്ല, പൊതുവിൽ ഞാൻ കുടിക്കാറില്ല. അവിടുത്തെ സാധാരണ വഴിയോര കച്ചവടക്കാരന് അവൻ്റെ അടുത്ത് ഒരു ബുൾസൈ, ഒരു കട്ടൻ ചായയും വാങ്ങിയാൽ അവന് 100 റുപ്യ കിട്ടുമല്ലോ. ആ ഉദ്ദേശത്തിൽ നടക്കുന്ന അവർക്ക് വേണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ജീവൻ പോലും അപകടത്തിലാണ്. ഒരു ഭാഗത്ത് പിണറായിയാണ്, ഒരു ഭാഗത്ത് സതീശനാണ്, ഒരു ഭാഗത്ത് RSS ആണ്. ഇത് മൂന്നും കൂടിയിട്ട് എന്നെ ഞെക്കിപ്പിഴിയാനുള്ള തീരുമാനമാണ്. ഞാൻ ഈ 2026 തെരഞ്ഞെടുപ്പ് വരെ ഒരു പക്ഷേ ജയിച്ചിരിക്കും. അല്ല, ജനങ്ങൾ നിലമ്പൂരിൽ എന്നെ കൈവിട്ടാൽ ഞാനുണ്ടാകും എന്ന പ്രതീക്ഷ എനിക്കില്ല. ഞാനുണ്ടാകുന്ന പ്രതീക്ഷ എനിക്കില്ല. എൻ്റെ വിധി അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് എൻ്റെയും തീരുമാനം. കാരണം പരിശുദ്ധ ഖുർആനിൽ ഒരു വാചകമുണ്ട്, നിങ്ങളുടെ മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും, വീടിൻ്റെ അകത്ത് വാതിലടച്ചിരുന്നാലും, നിങ്ങളുടെ മരണം കണക്കാക്കപ്പെട്ട സമയം അത് കുറിക്കപ്പെട്ട സമയമാണ്. അത് ഒരു തരി പിന്തിക്കുകയോ മുന്തിക്കുകയോ ഇല്ല. അത് നടപ്പിലാക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ട് ആ മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ജീവൻ നിലമ്പൂരിലെ ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ പറയുന്ന താല്പര്യക്കാരായ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടാണോ? അതാണോ രാഷ്ട്രീയം? അതല്ല. ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ MLAയും എൻ്റെ പദവികളും എൻ്റെ സൗകര്യങ്ങളും മുഴുവൻ ത്യജിച്ച് നിങ്ങളോടൊപ്പം പോരാട്ടത്തിന് നിങ്ങളെ വിശ്വസിച്ച്